അപ്പോൾ ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇതാണ് കേട്ടോ ഞാൻ കിടന്ന റൂം. ഇതിൻ്റെ വ്യൂ നോക്കിയാൽ ഇതാണ് വ്യൂ. അപ്പോൾ ഇനിയിപ്പോൾ താഴെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പോൾ ഒരു 7 മണിയായി. ഇവിടെ 7:30 ഇറങ്ങുമെന്ന് പറഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് അവിടെ നിന്ന് എവറസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ട് എവറസ്റ്റ് വ്യൂവിലേക്ക് പോകണം. അതൊരു കയറ്റം കയറാം, എവറസ്റ്റ് വ്യൂ പോയിന്റ് എന്നാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അവിടത്തേക്ക് പോകണം. ഇവിടുന്ന് ടോട്ടൽ 2.5 മേലെയും 2.5 താഴെയും അങ്ങനെയായിട്ട് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എനിക്ക് തോന്നുന്നു 4 കിലോമീറ്റർ ടോട്ടൽ ഉള്ളതെന്ന് തോന്നുന്നു. അതായത് 2 മേലെ 2 താഴേക്ക്. ഏറ്റവും മേലെ കുത്തനെ കയറ്റാണ്, സ്റ്റീപ്പാണ്. അപ്പോൾ ഇനി താഴെ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. എന്നിട്ട് 7:30 ആകുമ്പോൾ ഇറങ്ങണം. അപ്പോൾ അടുത്ത ഷോട്ടിൽ കാണാം. ഓക്കെ. ഓ സോറി, അതിന് മുന്നേ എൻ്റെ റൂം ഞാൻ ഒന്ന് കാണിച്ചു തന്നിട്ടില്ലല്ലേ. ഇതിപ്പോൾ ഞാൻ ഡോർ ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് തന്നെ റൂം ഏകദേശം എല്ലാ സ്ഥലത്തും സെയിം തന്നെ കേട്ടോ. റൂം വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ പ്രശ്നം ഉണ്ടായിട്ടില്ല. രാവിലെ എണീക്കുമ്പോൾ കണ്ട സൗണ്ട് പോയി. ചെറുതായി തലവേദന ഉണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു രാവിലെ. ഇപ്പോൾ മെഡിസിനൊക്കെ എടുത്തിട്ടുണ്ട്, നോക്കാം. കുതിര അല്ലാത്തതുകൊണ്ട് പേടിക്കണം. മറ്റേ കുതിര ചിലപ്പോൾ ബാക്കിലത്തെ കാലം പോണ നമ്മളെ പേടിപ്പിക്കാന്നാണ് തോന്നിയാലേ. ഇതിപ്പോൾ എവറസ്റ്റ് വ്യൂവിലേക്ക് നടന്നുകൊണ്ട് കേട്ടോ, വ്യൂ പോയിന്റിലേക്ക്. നല്ല പണിയാണ്, നല്ല രീതിയിൽ കഷ്ടപ്പെടണം. എന്നാലാണ് അവിടെ എത്താൻ പറ്റൂ. ഞാനും ജോസും ഉണ്ട്, രണ്ടാളും ഒരുമിച്ച് നടന്നു കൊടുക്കുക. ഇതുപോലത്തെ സ്റ്റെപ്പ് കേട്ടോ ഓരോന്ന് കയറാനുള്ളത്. ഇങ്ങനെ താഴെ നമ്മൾ വരുന്നത് നടന്ന് ഇനി നടക്കാണ്ട് 2 കിലോമീറ്റർ നടക്കാണ്ടെന്ന് പറഞ്ഞത്. ഗൈഡ് ഇത് അവിടെ നിൽക്കണേ, മേലെ നോക്കുന്നുണ്ട്. ബോബ് മാർലിനെ പോലുണ്ട്. ജോസച്ചായം മേലെ എടുത്തിട്ട് എന്തോ വീഡിയോ എടുക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. ഇതാണ് ട്രക്കിങ്ങിൻ്റെ സ്ഥലം. കണ്ട ഇങ്ങനെ നടക്കുക, കറങ്ങി മേലെ എത്തണം. ഏറ്റവും മേലെ ആ ക്ലൗഡ് കാണുന്നില്ലേ, ആ ഒരു ഏരിയയിലേക്ക് എത്തണം. എന്തോ ഫ്ലാഗാ എന്തോ അവിടെ മേലെ കാണുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ എത്തണം. ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ, ഇനി നടക്കാണ്ട്. ആ ടോപ്പിൽ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അതിപ്പോൾ ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആ ഒരു ബിൽഡിങ്ങാണ് എവറസ്റ്റിൻ്റെ വ്യൂ. ഇവിടെ കുറച്ച് ഒരു 1 കിലോമീറ്ററിൻ്റെ മേലെ നടന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ മറ്റേ സോവനിയേഴ്സ് വിൽക്കുന്ന ഒരു കടയുണ്ട്. ഒരു അമ്മാമയുണ്ട്. ഗൈഡ് ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഗൈഡ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ സോവനിയർ എന്തൊക്കെയാണ്. ഇതണ്ട, ഇതൊക്കെ ഇവിടുത്തെ സോവനിയേഴ്സ്. എന്താ അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോട്ടാ. ഇതുണ്ടോ വ്യൂ ഉണ്ടോ? ഇതാണ് വ്യൂ ഇവിടുത്തെ. എനിക്കധികം ഓവർ ശബ്ദം ഉണ്ടാക്കി പറയാൻ പറ്റില്ല, കാരണം ശ്വാസം അധികം കിട്ടുന്നൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് കുറച്ച് കുറവുണ്ടാവും. ഓക്കെ. അതുപോലെ തന്നെ എല്ലാ ടൈമും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം എടുത്തു കഴിഞ്ഞാൽ ശ്വാസം സീനാവും. കാരണം കൂടുതൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ബ്രീത്തിങ്ങിന് പ്രശ്നം വരും. അപ്പോൾ ഇത് കണ്ട എനിക്ക് ഇപ്പം തന്നെ ജലദോഷം പിടിച്ചിട്ടുള്ളത്. മരുന്ന് കുടിച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. ഇനിയും കുറേ പോകാണ്ട്, കുറേ നടക്കാണ്ട്. ഇനി ജോസച്ചായം കൂടുതലുകൊണ്ട് പ്രശ്നമില്ല, സംസാരിച്ച് പോവാം. ഓക്കെ, അടുത്ത ഷോട്ടിൽ കാണാം. ബൈ. ഒരു സ്റ്റാച്ചു പോലത്തെ ഇത് കണ്ടോ, അതിൽ ഫുള്ള് വേസ്റ്റ് ആട്ടോ, ഫുള്ള് ബോട്ടിൽസ് അങ്ങനത്തെ കാര്യങ്ങളുള്ളത്. വേലക്കാണുന്ന ബിൽഡിങ്ങില്ലേ, പിന്നെ അവിടെ ഒരു എത്തുന്നത്. ഇത് സൂം ചെയ്തിട്ടാട്ടോ. ഇതാ സൂം കുറച്ചാൽ കാണാം. ഇതാ ഇത്തിരി നടക്കാണ്ട് ഇനി ബാക്കി. ഇത് ഏകദേശം ഇത്ര. നമ്മളെ ജോസച്ചായ മുന്നിൽ പോകുന്നുണ്ട്. ഫുള്ള് എന്താ പറയുക, കിടക്കാണ് കിടന്നമ്മ രണ്ടാളും. റെസ്റ്റ് എടുക്കുക, നടക്കുക, കിതക്കുക. ഇതന്നെ കതപ്പ്. ഇതാണ് അവസ്ഥ ഇവിടുത്തെ. ഇത് ഞാൻ നേരത്തെ താഴ്ന്ന് കാണിച്ചു തന്നെ മറ്റേ ഇതാണ് കേട്ടോ. ഇത് എന്താ പേര്, ഷെർപ്പ പനോരമ ഹോട്ടൽ.
ഇത് എവറസ്റ്റ് വ്യൂ ഹോട്ടലല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സോറി തെറ്റാണ് കേട്ടെ. അതിന് പോകാണ്ട്. യു ഹാവ് റീച്ച് 3860 മീറ്റർ. ഓക്കെ, നടന്നോട്ടെ. വ്യൂ എന്താ നോക്കാലോ, എവിടുത്തെ വ്യൂ എങ്ങനെയാണെന്നല്ലേ. ജോസച്ചാൻ മുന്നിൽ നടക്കണ്ടേ. 선생님, 빨리 사진 찍어야 됩니다. 저기 안개에 나오는 것 같아요. 조금 저쪽에만 오십시오. 뷰포인트까지만. वो लोचे शेर ഓക്കെ आमा डाबलुंग ये ഓക്കെ थामसर को थम्सर को ഓക്കെ. ഓ സെൻറ്റർ മേ എവറസ്റ്റ്. हाँ सेंटर में एवरेस्ट है ഓക്കെ, സെൻറ്ററിലട്ടെ എവറസ്റ്റ്. ഇതാ ഇവിടെ നിന്ന് എവറസ്റ്റ് വ്യൂ പോയിന്റ് 3885 മീറ്റർ നമ്മൾ പോകുന്ന സ്ഥലം. എൻ്റെ മോനെ, ഇവിടുത്തെ വ്യൂ നോക്കിയാ കിണ്ണം കിടലോസ്കി വ്യൂ. എന്താ മോനെ, എവറസ്റ്റ് കാണുന്നുണ്ടോ? ഏതല്ലേ കിണ്ണം കിടലോസ്കി വ്യൂ. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് എവറസ്റ്റ് വ്യൂ പോയിന്റ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ. അവിടെ ആൾക്കാരൊക്കെ പോകുന്നത് ജസ്റ്റ് കോഫി കുടിക്കാനൊക്കെയാണ്. ഇവിടെയാണ് ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്നത്. മറ്റേ കുറച്ചധികം അടുത്തുണ്ട്, പക്ഷേ ആ കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടില്ല. ഇവിടെ നിന്നാണ് കുറച്ചധികം വ്യൂ കിട്ടുക. ടൗൺ അല്ലേ, അത് അങ്ങ് ദൂരത്ത് കാണുന്നില്ല. അതാ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ. ആ സെൻറ്ററിലുള്ള കേട്ടോ എവറസ്റ്റ്. ഇവിടെ ഉണ്ട് ഒരു മല വേറെ കിടക്കണേ. ഫുൾ മലകൾ കണ്ടെങ്കിൽ നിറഞ്ഞിരിക്കണേ എല്ലായിടത്തും. മലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ മലയുണ്ട്, മരം മൂടിക്കണോണ്ട് അതിൻ്റെ ഒരു ഇത് കിട്ടില്ല, ഭംഗി. ഭംഗിയുണ്ട് നമുക്ക്. ഈ മരങ്ങൾ നിറഞ്ഞിരിക്കണോണ്ട് അതിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവില്ല. ഈ മല എന്ന് പറഞ്ഞാൽ എല്ലാം പാറ കൊണ്ട് ഷാർപ്പാണ്. ഓക്കെ, ഒരു ഭീകരതയൊക്കെ നാട്ടിലെന്ന് പറഞ്ഞാൽ മരങ്ങൾ മൂടിയിരിക്കണ കാരണം ഈ കോർണർ, അതായത് ഇതിൻ്റെ ഡെപ്ത് അതിനൊന്നും കിട്ടില്ല. അങ്ങനെ അവസാനം ഹോട്ടൽ എവറസ്റ്റ് വ്യൂ എത്തി. 3880 മീറ്റർ. ഇതാ നമ്മളെ ജോസ് മുന്നോട്ട് നടക്കുന്നത്. അവസാനം എത്തി. ഇതട്ടാ എവറസ്റ്റ് വ്യൂ ഹോട്ടൽ. 3880 മീറ്റർ. അക്ലമൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് വന്നിക്കുക. കേട്ടാ നമ്മളെ ഗൈഡ് മച്ച ഇവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മൂപ്പറാളെ കാണാൻ വേണ്ടി ടാർജൻ്റെ ലുക്കാണ്. पियानो हाँ ये आदमी മൂപ്പറാളുടെ പിയാനോ വയ്ക്കാം. ഇവിടെ ഉണ്ട് മറ്റേ എവറസ്റ്റിന് കയറേണ്ട മാപ്പ്. ഇത് കാഫെ പോലെയാണ് കേട്ടാ.